ദിവസം റിട്ടയർഡ് പാക് ആർമി ബ്രിഗേഡിയർ അമീർ ഹംസ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു. ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം സഞ്ചരിക്കുമ്പോഴാണ് ആക്രമികൾ അറ്റാക്ക് നടത്തിയത്. പാകിസ്ഥാനിലെ പഞ്ചാബിലെ ചലം ഏരിയയിലെ ലില്ല ഇന്റർചേഞ്ചിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആക്രമികൾ കൊലപാതകം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അവിടെ കവർച്ചയോ അല്ലെങ്കിൽ മറ്റ് ഉദ്ദേശങ്ങളോ ഒന്നും ഇതിനു പിന്നിൽ ആക്രമികൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബോധപൂർവമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. 2018 ജമ്മു ആൻഡ് കാശ്മീരിൽ സുഞ്ച്വാൻ സൈനിക ക്യാമ്പ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ അമീർ ഹംസ തന്നെയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അന്ന് ആ സൈനിക ക്യാമ്പ് ആക്രമണത്തിൽ 2 JSUമാർ ഉൾപ്പെടെ 5 ഇന്ത്യൻ സൈനികരുടെ ജീവൻ അപഹരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ആക്രമണത്തിൽ 6 സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റിരുന്നു. സുഞ്ച്വാനിലെ ആക്രമണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിട്ടുള്ള ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പാകിസ്ഥാനും അറിയാം, ഇന്ത്യക്കും അറിയാം ആരാണ് ചെയ്തതെന്നുള്ള കാര്യം. ഇന്ത്യയുടെ ചെയ്യുന്ന ഓരോ ആക്രമണങ്ങൾക്കും പതിയാണെങ്കിലും കണക്ക് ചോദിക്കുന്നു എന്നതിന് ഉദാഹരണം തന്നെയാണിത്. ഇന്ത്യൻ ഇന്റലിജൻസ് വ്യക്തമായിട്ട് പ്ലാനോട് കൂടി നടത്തിയ ഒരു കൊലപാതകം. ഇവിടെ ഭീകരവാദത്തിന് പങ്കില്ല എന്നുള്ളത് FIR-ൽ സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനികളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഇന്ത്യൻ അറ്റാക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനികളുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു അറ്റാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കുള്ള നേരിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു കൊലപാതകം. ഇവിടെ ഈ ഒരു അറ്റാക്കിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. FIR-ൽ തീവ്രവാദ വകുപ്പുകൾ ചുമത്തിയിട്ടുമില്ല. കാരണം പാകിസ്ഥാന് വ്യക്തമായിട്ട് അറിയാം ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കാണിതെന്ന്, പ്ലാനിങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്. പാകിസ്ഥാന് ഇന്ത്യയോട് ചോദിക്കാനോ അല്ലെങ്കിൽ പ്രതികാരം വീട്ടാനോ വേണ്ടി അവർ വരുമോ എന്നുമില്ല. ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ 100 മടങ്ങ് വേഗതയിൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ സാമ്പത്തികമായിട്ടും പട്ടിണി കാരണവും ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. ഇനി പ്രതികാരം വീട്ടാനുള്ള ശക്തി ഇല്ല ആ ഒരു രാജ്യത്തിന്. ഇന്ത്യ ഉടനടിയല്ല മറുപടി കൊടുക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴാകും ഇതുപോലുള്ള അറ്റാക്കുകൾ ഇന്ത്യ നടത്തുക. അതും പാകിസ്ഥാനികളെ കൊണ്ട് മാത്രം തന്നെ. അതും അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളെല്ലാം നൽകിക്കൊണ്ട് ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ പരിശീലനം നൽകിയാണ് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നടത്തുന്നത്. ഇന്ത്യ ആണെന്നുള്ള ഒരു തെളിവും അവിടെ അവശേഷിപ്പിക്കുന്നില്ല. പാകിസ്ഥാന് വേണ്ടത് ഇപ്പോൾ സാമ്പത്തിക ഭദ്രതയാണ്. അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ വിശപ്പ് മാറ്റുക. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ജനം ഇന്ത്യക്കൊപ്പം നിൽക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ. പാകിസ്ഥാന് വ്യക്തമായിട്ട് അറിയാം കൊല്ലിച്ചത് ആരാണെന്നും കൊന്നത് എന്തിനാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ മൗനം പാലിക്കുന്നതും. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേരെ ചെറുക്കാൻ പാകിസ്ഥാന് ശക്തി ഇല്ലാതായി. ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്ന് നടക്കുന്ന ഓരോ ആക്രമണങ്ങൾക്കും ഇന്ത്യ പകരം ചോദിക്കും. ഈ അടുത്ത് നടന്ന റോയ്സിയിലെ ബസ് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. ഇതും ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് തറച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ജീവൻ മറ്റൊരു രാജ്യം കാരണമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് ഇന്ത്യ കണക്ക് ചോദിച്ചിരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്.